ചേച്ചി ഇതല്ലേ നമ്മളെ ബാങ്കിൽ ജോലി ചെയ്യുന്ന രവീണന്റെ വീട്? അതെ. അളിയാ ഇത് തന്നെ വീട്. രവീണ ഇറങ്ങ. കൊറേ നേരമായിട്ട് മനുഷ്യൻ പറ്റിക്കാൻ നോക്കുന്നതാണ്. അയ്യോ രവിയേട്ടാ, എന്ത് പറ്റി? രവിയേട്ടന്റെ കൂടെ ഇരുത്തിയിട്ടാണോ രവിയേട്ടന്റെ വീടാണോ ചോദിച്ചത്? എന്തോ നിങ്ങൾക്ക് തലയ്ക്ക് വല്ല സൂക്കേടുണ്ടോ? എനിക്കല്ല സൂക്കേട്, ഇങ്ങേർക്കാണ് സൂക്കേട്. അയ്യോ എന്ത് പറ്റി? നിങ്ങളൊന്ന് തെളിച്ചു പറയോ? ആക്സിഡന്റ് ആയി വഴി കിടക്കുമായിരുന്നു. അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതായി കെട്ടൊക്കെ കെട്ടി കൊണ്ടുവന്നതാണ്. അവിടുന്ന് വീട് എവിടെയാന്ന് ചോദിച്ചപ്പോ ദുബായിൽ 2ാമത്തെ ജംഗ്ഷൻ. ഇത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കുറെ നേരമായിട്ട്. രവിയേട്ടാ പിന്നെ അവിടുന്ന് ID കാർഡ് എടുത്ത് നോക്കിയപ്പോഴാണ് വീടിന്റെ അഡ്രസ് കിട്ടിയത്. രവിയേട്ടാ, മക്കളെ പിള്ളേരെ ഓടി വാ. വലിയ ഉപകാരം കേട്ടോ, ആശുപത്രി കൊണ്ടുപോയതിന്. ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാണ്. ചേച്ചി ഞങ്ങളങ്ങ് പോകട്ടെ. ശരി, താങ്ക് യു. ഓക്കെ. എന്താ രമണി, ബുർജ് ഖലീഫയുടെ മുന്നേ കൊണ്ട് നിർത്താൻ പറഞ്ഞാൽ ഇവിടെയാണോ കൊണ്ട് നിർത്തണ്ടേ? എന്താ രമണി ഇത്? ബുർജ് ഖലീഫയാ? രമണിയാ? ആര് രമണി? രമണിയല്ല, മണി. രമണി, ഈ ആട്ടിൻകുട്ടികളെ മേയ്ക്കാൻ പറ്റുന്നില്ലേ? ആട്ടിൻകുട്ടികളോ? എന്തോന്നൊക്കെ അച്ഛാ പറയണേ? എന്തോ രവിയേട്ടാ, ആരാണ് ഈ രമണി? എന്തോന്നൊക്കെ പറയണത്? എന്താ രമണി, നിനക്ക് എന്നെ മറന്നാൽ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? സത്യം പറ, ആരാണ് ഈ രമണി? എനിക്ക് പറയണം. മണി, നീ എന്തെങ്കിലും ദേഷ്യം വേണ്ടേ? എന്തു പറ്റി മണി? രമണി പോയി. മക്കളെ പഠിക്കാവൊന്നുമില്ലേ? പിന്നെ എന്ത് പോയി പടി? രവിയേട്ടാ, എന്തോ നീ രമണി രമണി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നേ? രമണി, ബുർജ് ഖലീഫയുടെ 50ാമത്തെ നിലയിൽ എന്റെ ലഗേജ് ഇരിപ്പുണ്ട്. വളരെ കെയർ ചെയ്ത് അതൊക്കെ എടുത്തുള്ളൂ. മുട്ടയും ചെയ്യരുത്. വീട് രമണി കയറി വന്നു. അച്ഛന്റെ ഫ്യൂസ് പോയി. ഇത് മറ്റേ സംഭവമാണ്. എന്തോന്ന്? തല ചെന്ന് ഇടിച്ചിട്ടേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വന്നതാ. മറ്റേ അന്യൻ സിനിമയിൽ അന്യൻ അമ്പി 2 ക്യാരക്ടർ വരൂലേ, അതുപോലത്തെ എന്തോ ആണ് അച്ഛന് തോന്നുന്നത്. അച്ഛാ, നീ സംസാരിച്ചോണ്ടിരിക്കുന്ന അച്ഛനെ വിളിച്ച് വീട്ടിലോട്ട് കയറും. ദൈവമേ, വെൽക്കം. അച്ഛാ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്കണം. ശ്രദ്ധിച്ച് കേക്കണം. ഞാൻ അച്ഛന്റെ ഇളയ മോൾ പിങ്കി രവീന്ദ്രനാഥ്. പിങ്കി, PINKY, പിങ്കി. പറ. പിങ്കി. പിങ്കി. അതെ, എന്നെ മനസ്സിലായി. ഇനി നിന്നെ. അല്ല, നീ എന്താ കാട്ടിൽ മേയാൻ പോത്തത്? കാട്ടിൽ മേയാൻ പോകത്ത് എന്താണെന്ന്? ബെസ്റ്റ് ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. പണ്ടേ പാറവിള വീട്ടിലെ അച്ഛൻ വളർത്തിയ ആടായിട്ടാണ് നിന്നെ കാണുന്നത്. അതെ, ഒരു മാനസിക വിഭ്രാന്തിയുണ്ട്. ആർക്ക്? നിനക്ക്. ഓടി. അച്ഛാ, ഞാൻ ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഹലോ, ഇതെത്ര? ഏതാണ്ട് ഇതാ ഇവിടെ ആയിട്ട് വരും ബുർജ് ഖലീഫ. ഇങ്ങനെ പോവുകയാണെങ്കിൽ 2ാമത്തെ ജംഗ്ഷനിൽ നമ്മുടെ ഫ്ലാറ്റിന്റെ മുമ്പൊക്കെ. നിന്റെ കൈരേഖ കണ്ടിട്ടേ അച്ഛന് മാപ്പായിട്ടാണ് തോന്നിയത്. മനസ്സിലായില്ല. അമ്മ, എന്റെ ഫ്രണ്ടിന്റെ ബ്രദർ വന്നിട്ട് സൈക്യാട്രിസ്റ്റ് ആണ്. അവരൊന്ന് വിളിച്ചു നോക്കിയാലോ? ഓ, സൈക്യാട്രിസ്റ്റിനെ വിളിച്ചിട്ട് വേണം അച്ഛൻ ഇനി ഭ്രാന്താണ് നാട്ടുകാർ മൊത്തം പറയാം. സത്യം മക്കളെ, ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അറിയും, പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റില്ല. അപ്പുറത്തെ മിനി ചേച്ചിയും സ്റ്റെല്ല ചേച്ചിയൊക്കെ അറിയാലോ. അമ്മ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അവളുടെ ബ്രദർ ആണെങ്കിൽ വീട്ടിൽ വരും. വീട്ടിൽ വരുമോ? മറ്റേത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാരും അറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. വീട്ടിൽ വരെങ്കിൽ വിളിക്കുന്ന. വിളിച്ചോട്ടെ. അല്ല,
ഈ ആട്ടുകുട്ടിക്ക് എന്താ ഇവിടെ കാര്യം? ഈ ആട്ടുകുട്ടിക്ക് എന്താ ഇവിടെ കാര്യം? എന്തോന്നത് കൂട്ടിക്കറിയേ കൂട്ടിക്കയറാം. എന്തോ എനിക്ക് ദേഷ്യം പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയുവോ ആ ഹെൽമെറ്റ് ഒന്ന് വാങ്ങിക്കാനായിട്ട്. പഴയത് പൊട്ടി കഴിഞ്ഞിട്ട് പിശുക്കാരനെ പുതിയത് വാങ്ങണില്ല. അവസാനം പോയി പണി കിട്ടിയല്ല. രമണി, നമുക്ക് ഈ അനന്ത വിശാല വിഹായസ് പാറി പറന്ന് നടക്കും. രവിയേട്ടാ ഷോ ഇറക്കല്ലേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുറെ നേരെ തുടങ്ങിട്ട് രമണി 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 എന്ന് പറഞ്ഞുണ്ട്. രമണി, നീ സുഗുണേട്ടനെ മറന്നോ? രമണി, സുഗുണേട്ടനാ? അതാരിപ്പോ? നീ സുഗുണേട്ടനെ മറന്നോ? ദൈവമേ, ഇതാ അടുത്ത കഥ. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മ, ഇത് അച്ഛൻ 7ാം ക്ലാസ്സിൽ എഴുതിയ ഒരു കഥാപ്രസംഗം ഇല്ലേ? അതിനകത്തുള്ള നായകൻ നായകനോട് രമണിയും സുഗുണനും. സുഗുണൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായേ. അതാണോ? എന്റെ അച്ഛാ. മക്കളെ ആ സുഗുണ, ഈ ആട്ടുകുട്ടി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അയ്യോ, കൂട്ടിക്കയറ്. അവളെവിടെ? റിങ്കി എവിടെ? വിളിച്ചിട്ട് വന്നില്ല. ഞാൻ റിങ്കിയെ പോയി തിരക്കട്ടെ. റിങ്കി, രവിയേട്ടനൊന്നുമില്ല. രവിയേട്ടാ, IC 967 ക്രാഷ്. വിമാന ദുരന്തം. രവിയേട്ടാ ചായ എടുക്കട്ടാ? ഇടി അച്ഛൻ അവിടെ വയ്യാണ്ടിരിക്കുവാ. നീ കുറെ നേരമായില്ല ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെ വിളിക്കാന്ന് പറഞ്ഞ ഇതുവരെ വരാൻ സമയം കിട്ടില്ലേ? ഡി, ആ ചേട്ടൻ വന്നോണ്ടിരിക്കുകയാണ്. പിന്നെ നീ കൂടുതൽ ഉത്തരവാദിത്വം ഒന്നും കാണിക്കാൻ വരണ്ട. എന്റെ അച്ഛന്റെ കാര്യം നോക്കെ എനിക്കറിയാം. അന്തോടി അങ്ങനത്തെ ഒരു ടോക്ക് നിന്റെ അച്ഛനെന്നൊക്കെ? എന്ത് അന്തോടി അങ്ങനെ നിന്റെ അച്ഛൻ? നമ്മളെന്തോത്? എന്റെ അച്ഛനല്ലേ അത്? എന്റെ അച്ഛനാണ്. ഒരു ആവശ്യം വന്ന പുകാരപ്പെട്ടത് ഈ ഞാനാണ് കേട്ടാ, നീ അല്ല. എടി, ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവരുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ പരിചയകാര്യത്തിലും ഉണ്ട് അവരൊക്കെ കേട്ടോ. ഉണ്ടോ? എടി, ആവശ്യത്തിന് ഉപകാരപ്പെടുന്ന ഫ്രണ്ട്സിനെ കൂടെ നിർത്തിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒരു യൂസും ഇല്ല. പിന്നെ എങ്ങനെ? അയ്യോ, നിരഞ്ജൻ ചേട്ടൻ വലിയ വീടാണ്. എന്തോ അത്ര സന്തോഷിക്കോളായില്ലേ? നിന്റെ കാമുകനല്ലേ ഇത്? ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം. ഹായ്. അച്ഛനകത്തുണ്ട്. നമുക്ക് അകത്തിരുന്നാലോ? നമുക്ക് അച്ഛനെ നമുക്ക് ചികിത്സിക്കണ്ടേ? ഇതാരാ ഈ ബൊമ്മക്കുട്ടി? എന്റെ അനിയത്തിയ. ട്രീറ്റ്മെന്റ് ചെയ്യണ്ടേ? പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം. കൊള്ളാം കേട്ടോ. വരും. അച്ഛൻ എവിടെ ഇരിക്കുവാ? അകത്തുണ്ട്. ഇപ്പൊ വരാവേ. നീ എന്തോ പറഞ്ഞു? അതെ, നീ വച്ചിരിക്കുന്ന ഈ പേട്ട കണ്ണാടി ഉണ്ടല്ലോ, അതിന്റെ കുഴപ്പമാണ്. അതാണ് കാണുന്നില്ല നിനക്ക് മഞ്ഞായിട്ട് തോന്നുന്നത് കേട്ടാ. എന്റെ പ്രായത്തിന്റെ കുഴപ്പമല്ലാതെ എന്തോ ഇളക്കം. ഇളക്കാരെന്ന് മനസ്സിലായി. ഏട്ടാ, ഇതാ വരുന്നു. കൂടെ ഒരു ഭ്രാന്ത്. അച്ഛാ, ഇതെന്റെ ഫ്രണ്ടിന്റെ ബ്രദറാണ് നിരഞ്ജൻ. നമസ്കാരം. പുള്ളിയെ ഞാനല്ലേ? കുഴപ്പമില്ല. അതെ അച്ഛാ, പുള്ളിയെ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അച്ഛനെ കാണാൻ വേണ്ടിട്ട് വന്നു. എന്നെ കാണാനാ? മക്കളെ, ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയാണ്. റിങ്കി പറഞ്ഞു അങ്കിൾ വണ്ടിയിൽ നിന്ന് വീണെന്നോ, ഇപ്പൊ ചെറിയ പരിക്കുകൾ ഉണ്ടെന്നോ. അത്രേ ഉള്ളൂ. ജസ്റ്റ് വന്നൊന്ന് കാണാൻ. അത്രേ ഉള്ളൂ. അച്ഛൻ തലയിലൊക്കെ പരിക്ക് കിട്ടിയില്ലേ? അതുകൊണ്ട് കാണാൻ ഞാൻ ദുബായില് ബുർജ് ഖലീഫ. ഇത് തന്നെ പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. അല്ല, ബുർജ് ഖലീഫ അല്ലേ അങ്കിൾ? മനസ്സിലായില്ലല്ലേ? അതായത് അങ്കിൾ നോർമലായിരുന്നു കേട്ടല്ലോ. മക്കളെ, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല അങ്കിൾ, റിങ്കി പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാണാലോ. റിങ്കി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ. വന്നൊന്ന് കാണാലോ, പ്രശ്നമില്ലല്ലോ. നീ കാട്ടില് വേഗം പോത്തുണ്ട്. ഞാൻ ആട്ടുകുട്ടിയൊന്നുമല്ല കാട്ടിൽ മേയാൻ പോവാൻ. ആട്ടിൻകുട്ടിയായിട്ട് തോന്നിയാലും പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. അല്ല ആശാനെ, അല്ല ഇത്
രവി 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 അല്ലടോ രവി ആ രവി എങ്കിൽ ഞാൻ സിമ്പിളാ എന്തോന്ന് മെന്റലിസം മെന്റലിസം സിമ്പിളാ. സൈക്കാട്രിസം അല്ലേ ഇപ്പൊ എന്റെ അച്ഛൻ എനിക്ക് കുറച്ച് സമയം തരും പ്ലീസ് അങ്കിൾ. ഇത് കുറച്ചുകൂടെ ഒന്ന് നീക്കാവോ? കാലിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലേ അങ്കിൾ? സമ്മതിക്കില്ല അങ്കിൾ. കുറച്ച് കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും, കുറച്ച് കാര്യം നിങ്ങൾ തിരിച്ചിങ്ങോട്ട് പറ. എന്തോന്നാണ്? അതായത് അങ്കിൾ എങ്ങനെയാ വീണത്? ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണു. സ്കൂട്ടറിൽ നിന്ന് വീണല്ലേ? നല്ല ഐഡിയ. രോഗി അറിയാതെ അയാളോട് തന്നെ രോഗം നിങ്ങൾ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അച്ഛനെ ഹിപ്നോട്ടിസം ചെയ്യാൻ പറഞ്ഞപ്പോ ഹിപ്നോട്ടിസം ഒന്നും പറയല്ലേ കുട്ടി. അത് നല്ലൊരു ആശയമുള്ള ഒരു ആർട്ടല്ലേ, ശ്രദ്ധിക്കൂ. ഹിപ്നോട്ടിസത്തിന് വേറെ എന്ത് പറയും? അല്ല, ഈ കുട്ടി ആരാന്ന് പറഞ്ഞ തന്നെ ഇത് എങ്ങനെയോ എന്റെ അനിയത്തിയായി പോയി. മിണ്ടാതിരിക്കുന്ന വഴക്കുണ്ടാക്കാൻ നേരമില്ല. അങ്കിൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പോയിന്റ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. കാണുന്നില്ലേ ദാ ഇവിടെ? ആ, അങ്കിൾ ഉറങ്ങുകയാണ്. നല്ല സുഖമായി അങ്കിൾ ഉറങ്ങുകയാണ്. ഉറങ്ങി വീഴാറായി. ഇപ്പൊ അങ്കിൾ ഉറങ്ങി വീഴും. നിങ്ങൾ എവിടെ കിടന്ന് ഉറങ്ങണോ? വർക്കൗട്ടായ അങ്കിൾ. ചോദിക്ക് രവി അങ്കിൾ പ്രശ്നമൊന്നും കാണിക്കും അങ്കിൾ. റിങ്കി സമ്മതിച്ച്, നിന്റെ ഫ്രണ്ട് തന്നെ മനസ്സിലായി. എനിക്ക് കോളേജ് വരുമായിരുന്നു, പോണമായിരുന്നു. തോന്നി ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നി. പ്രശ്നമൊന്നുമില്ല, ഇതുപോലെ തന്നെ എടുത്ത് കട്ടിലൊന്ന് കിടത്തിയാൽ മതി. പുള്ളി ഇത് വീണ് പരിക്കൊക്കെ പറ്റിയിരിക്കുക. ഒന്നുറങ്ങട്ടെ, ഉറങ്ങി എണീക്കുമ്പോ എല്ലാം ശരിയാവും. ഞാൻ പോയിട്ട് വരട്ടെ. പറഞ്ഞോന്നില്ല എന്തുവാടി നിനക്ക്? കണ്ട ഭ്രാന്തന്മാരെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിട്ട് ഇതെന്തോ അങ്ങേര് ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് സൈക്കോളജി. എന്നാലും അത്യാവശ്യം മനഃശാസ്ത്രമൊക്കെ അറിയാം. ഇപ്പൊ കണ്ടില്ല അച്ഛൻ ഉറങ്ങിയത്. ഇടി ഉറക്കാനാണ് അങ്ങനെ പിടിച്ചത്. ഉറക്കോളി കറക്കി കൊടുത്തപ്പോ ഒരു മണ്ടിയാണ്. നീ മിണ്ടായി ഉണരുമ്പോ എല്ലാം ശരിയാവുന്നല്ലേ പറഞ്ഞേ? അപ്പൊ നോക്കാം. അച്ഛാ 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 ഉണത്തണ്ട, ഉറങ്ങട്ട് പാവം. ദൈവമേ, എങ്ങനെയിരുന്ന എന്റെ അച്ഛനായിരുന്നു. എനിക്ക് എന്റെ അച്ഛനെ എങ്ങനെ രക്ഷിച്ചേ പറ്റൂ. എന്തമ്മാ? എന്തമ്മാ? എന്ത് ശബ്ദം? അതാ നിരഞ്ജൻ ചേട്ടൻ പോയത്. നിരഞ്ജൻ ചേട്ടൻ ഓ മഹാ ഫ്രോഡാണമ്മ അവൻ. എന്തൊക്കെ ഉടായ്പ കാണിച്ചിട്ട് അവസാനം എല്ലാം പൊളിഞ്ഞു നിറഞ്ഞപ്പോ നൈസായിട്ട് അങ്ങ് വലിഞ്ഞവൻ ആണല്ലേ മക്കളെ. ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. അച്ഛന്റെ കാര്യം നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങൾ മക്കള് വേണം അച്ഛന്റെ സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കാനായിട്ട്. ഓക്കെ? എന്തമ്മ അങ്ങനെ പറയണേ? ഞാൻ സമാധാനത്തിന്റെ വളരെ പ്രാവം നമുക്ക് അറിഞ്ഞൂടെ മക്കളെ? അച്ഛന്റെ അസുഖത്തിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് കുറച്ചു നേരം നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ മണിക്കുട്ടൻ മാമനോട് വരാൻ പറയണം. മാമൻ വന്നിട്ട് അച്ഛനെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആശുപത്രി കൊണ്ടുപോകാൻ അച്ഛൻ ഇന്ന് ശരിക്കും വട്ടാണെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. മക്കളെ, അതും ഇതും പറഞ്ഞ് നിങ്ങൾ എന്നെയും കൂടെ വട്ട് പിടിപ്പിക്കല്ലേ. ഒരു കാര്യം ചെയ്യേ, ഈ സമയം അച്ഛന് വയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ അച്ഛന്റെ ആരോഗ്യ കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണം. അച്ഛൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുത്താലോ? കൊടുക്കാം. അച്ഛന് ഏറ്റവും ഇഷ്ടം കഞ്ഞി മാങ്ങ അച്ചാറാണ്. അത് ഞാൻ ഉണ്ടായിക്കോളാം. അയ്യടാ, അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടേ കഞ്ഞി നാരങ്ങ അച്ചാറാണ്. ഞാൻ ഉണ്ടാക്കമ്മ. കഞ്ഞി മാങ്ങ അച്ചാറാണ് അച്ഛന് ഇഷ്ടം. കഞ്ഞി നാരങ്ങ അച്ചാറാണ് അച്ഛന് ഇഷ്ടം. അല്ല, കഞ്ഞി മാങ്ങ അച്ചാറാണ് അച്ഛന് ഇഷ്ടം. കഞ്ഞി നാരങ്ങ അച്ചാറാണ് ഇഷ്ടം. അല്ല, കഞ്ഞി മാങ്ങ അച്ചാറും. അല്ലെന്ന് പറഞ്ഞില്ല, കഞ്ഞി നാരങ്ങ അച്ചാറും. മാങ്ങ അച്ചാറും. ഏതെങ്കിലും അച്ചാർ വെച്ച് കൂടു. നിങ്ങൾ ഈ സമയത്ത് ബഹളം ഉണ്ടാക്കാൻ നിൽക്കാല്ലേ. ഏതെങ്കിലും അച്ചാർ കൊടുത്താൽ മതി. അച്ഛന് കുറച്ച് കഞ്ഞി എടുത്തോണ്ട് വാ. ഞാൻ അച്ഛൻ്റെ അടുത്ത് നോക്കാം. നോക്കിട്ട് വരാം അച്ഛനെ. നാരങ്ങ അച്ചാർ. അയ്യോ കാക്ക
എനിക്കെന്ത് വിക്ക്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന എനിക്ക് വിക്കുള്ള വിക്കോ വിക്കി ഇപ്പഴും വിക്ക് തന്നെ. വിക്കോ ആ എന്തൊക്കെ എന്തൊക്കെയോ വിക്കുന്നില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. നല്ല സുഖമായിരിക്കുന്നല്ലേ? സുഖം തന്നെ. ഞാൻ പിങ്കി ചേച്ചി മക്കളിവിടെ തന്നെ, അവിടെ ആരും ഇല്ല. അവിടെ പോയി. അല്ല അവര് പുറത്തോട്ട് പോയിരിക്കുക. പിന്നെ പിന്നെ വേറെ കൊള്ളല്ലോ മുടി വെട്ടുന്ന ആള് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് റിങ്കി. കുറെ കാലമല്ലേ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. അടുത്തുമായിരിക്കും അല്ലേ? കറക്റ്റ്. എക്സാം സമയത്ത് കറങ്ങി നടക്കാൻ പാടുണ്ടോ? വീട്ടിൽ പോയിരുന്ന് പഠിച്ചൂടെ? പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ കളിക്കാൻ ഞാൻ സമ്മതിക്കുള്ളൂ. പിങ്കി ചേച്ചി സ്കൂളിലൊന്നും വന്നില്ലല്ലോ. പിങ്കി ചേച്ചി സ്കൂളിൽ വന്നതെന്ന് വെച്ചാൽ അവൾ പഠിക്കാൻ വേണ്ടിട്ട് ലീവ് എടുത്തിരുന്നു. എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? അല്ല എന്തൊക്കെയോ കുഴപ്പമൊന്നുമില്ല. വട്ട് പോലെ ഇരിക്കുന്നു. ആന്റിക്ക് എന്തോ വട്ട് പോലെ ഇരിക്കുന്നു. എനിക്കോ? ആ വട്ട എനിക്കല്ല, രവി അങ്കിളിനാ. ഞാൻ രവി അല്ലല്ല അല്ല വട്ടല്ല, ബോധം ഇല്ലെന്ന് പറഞ്ഞതാ. ഉറങ്ങിയിട്ടേ നല്ല ഉറങ്ങി കൊറേ നേരം ഉറങ്ങുമ്പോ നമ്മള് ബോധം പോകൂലേ, അങ്ങനെ ബോധം കെട്ടുറങ്ങുന്നു എന്ന് പറഞ്ഞതാണ്. അയ്യോ എന്താണ് അവിടെ എല്ലേ മോളെ, മോളെ അകത്തോട്ട് കയറി പോവണ്ട, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടല്ലേ ആന്റി ഇങ്ങനെ പുറത്ത് കാവൽ നിൽക്കുന്നത്. അവിടെ ആണെങ്കില് ഇത്ര വണ്ണമുള്ള ഇങ്ങനെ നീളമുള്ള ഒരു മൂർക്കം പാമ്പ്. മൂർക്കം പാമ്പ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ പിങ്കി ചേച്ചി റിങ്കി ചേച്ചി പിങ്കി ചേച്ചി റിങ്കി ചേച്ചി രവി അങ്കിളും കൂടിയേ പാമ്പിനെ പിടിക്കുന്ന ആളെ വിളിക്കാൻ പോയി. എനിക്കൊന്ന് പാമ്പിനെ കാണാൻ ഞാൻ കൊണ്ട് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടം പാമ്പിനെ കാണാനോ? അയ്യോ പാമ്പ് കാണണല്ല, പാമ്പിനെ പിടിക്കണ കാണാൻ എനിക്ക്. പാമ്പിനെ പിടിക്കണ കാണോ? അങ്ങനെയൊന്നും കണ്ടോ? ഈ പാമ്പിനെ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചാടിക്കളെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നമ്മളെ കയ്യിലല്ലല്ലോ കാര്യങ്ങൾ. മക്കളെ പോലത്തെ കൊച്ചു പിള്ളേരൊന്നും അതൊന്നും കണ്ടുകൂടാ അങ്ങനത്തെ കാഴ്ചകളൊന്നും. ഒരു കാര്യം ചെയ്യും, മക്കള് പോയിട്ട് പിന്നെ വാ. കേട്ടാ? ഞാൻ പോയിട്ട്. പക്ഷെ എന്നാലും എനിക്ക് കാണണം. എന്നാ ശരി, നീ പോയി കാണും. അവിടെ മൂലേ കിടപ്പുണ്ട്. വേണ്ട വേണ്ട ഞാൻ കുറച്ചേരം കണ്ടോളാം. ഞാൻ പോട്ടെ. അങ്ങനെ പോയല്ലോ. പിന്നെ വരാം. എന്റെ ഭഗവതി, തൽക്കാലം രക്ഷപ്പെട്ടു. ആ കൊച്ചിന്റെ അടുത്ത് എന്തൊക്കെ പറയേണ്ടി വന്നു. കൊച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവളെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അറിയും. ഈശ്വര, നിദ്ര പൂണ്ട ലോകത്ത് അന്ധകാരത്തിന്റെ അസ്ത്രങ്ങൾ അനശ്വരം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് രമണി. അനശ്വരം നമ്മളെ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് രമണി. രവിയേട്ടാ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കഥാപ്രസംഗം നിർത്തിയില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം അറിയേ. രവിയേട്ടാ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ വാ, നമുക്ക് കുറച്ച് കഞ്ഞി കുടിച്ചാലോ? മക്കളെ, റിങ്കി കഞ്ഞി കൊണ്ടുവാ. രവിയേട്ടാ ഉണ്ടാക്കിയ കഞ്ഞിയും അച്ചാറും കഴിക്കൂ. അച്ഛാ, റിങ്കി മോൾ ഉണ്ടാക്കിയ കഞ്ഞി അച്ചാറും കഴിക്കൂ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കഞ്ഞി അച്ചാറാണ്. അച്ഛാ, ഞാൻ ഉണ്ടാക്കിയ കഞ്ഞി അച്ചാർ കഴിക്കൂ. അച്ഛാ, ഞാൻ ഉണ്ടാക്കിയ കഞ്ഞി അച്ചാർ കഴിക്കൂ. ഞാൻ ഉണ്ടാക്കിയ കഞ്ഞി അച്ചാർ കഴിച്ചാലേ. ഞാൻ ഉണ്ടാക്കിയ കഞ്ഞി അച്ചാർ കഴിച്ചാ. എന്താണ് പിള്ളേരെ, ആരെങ്കിലും ഉണ്ടാക്കിയ കഞ്ഞി കൊടു. എന്തോന്ന് പിള്ളേരെ, നീ എന്റെ കഞ്ഞി തള്ളിയിടൂലേടി. നീ എന്റെ കഞ്ഞി തള്ളിയിടല്ലേ? നീ എന്റെ കഞ്ഞി തള്ളിയിട്ടല്ലേ. മോളെ പിങ്കി, എന്ത് പാത്രമൊക്കെ ആയിട്ട്? അയ്യോ, കഞ്ഞി വീണ ഇവിടെ. മക്കളെ എങ്ങനെ പോയി? കയ്യിൽ നിന്ന് പോയാ? കയ്യിൽ പോയി. അയ്യോ മണി, എനിക്ക് രാവിലെ ആക്സിഡന്റ് പറ്റില്ലേ, അന്വേഷിച്ച് എന്തോ ഓർമ്മ കിട്ടണില്ല. അതുപോലെ നല്ല വേദനയുണ്ട് മണി. മക്കളെ, അച്ഛൻ നോർമലായി, രവിയേട്ടനായി. അയ്യോ
എന്ത് ഇപ്പൊ മക്കളെ എങ്ങനെയുണ്ട്? ഇത് എങ്ങനെ സാധിച്ചു? എന്തോന്നു ഇതാണ് ഞങ്ങളുടെ കഞ്ഞിയുടെ പവർ.